യേശുവിൽ പ്രിയരെ, നല്ല സമരിയക്കാരൻ്റെ ഉപമ യേശു പറയുമ്പോൾ നമ്മെ പഠിപ്പിക്കുന്ന കുറേ പാഠങ്ങളുണ്ട്. നാം ഇന്നലെ വരെ അയൽക്കാരെന്ന് കരുതിയവരെല്ലാം അയൽക്കാരാകണമെന്നില്ല. അയൽപക്കത്ത് താമസിക്കുന്നത് കൊണ്ടും ആരും ആരുടെയും അയൽക്കാരാകുന്നില്ല. പിന്നെ ആരാണ് അയൽക്കാരൻ? യേശു പറയുന്നു, കരുണ കാണിക്കുന്നവൻ ആണ് അയൽക്കാരൻ. ആവശ്യ സമയത്ത് നിന്റെ സഹായത്തിനെത്തുന്നവൻ, നിന്റെ നൊമ്പരങ്ങളിൽ, സങ്കടങ്ങളിൽ, വേദനയിൽ കൂടെ നിൽക്കുന്നവൻ. അവിടെ ജാതിയോ മതമോ വർഗമോ വിഷയമല്ല, മറിച്ച് കൂടെ ആയിരിക്കുക എന്നതാണ്. അർത്ഥപ്രാണനാക്കി വഴിയരിയിൽ ഉപേക്ഷിച്ചു പോയ മനുഷ്യനെ പുരോഹിതനും ലേവായനും പലരും കടന്നു പോകുന്നുണ്ട്. അവർക്ക് ആർക്കും അവനോട് കരുണ തോന്നിയില്ല. എന്നാൽ തൻ്റെ ശത്രുവാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു മനുഷ്യൻ തൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് ബോധ്യമായപ്പോൾ സമരിയക്കാരൻ തൻ്റെ കഴുതപ്പുറത്ത് നിന്നിറങ്ങി അവൻ്റെ അരികിലേക്ക് വന്ന് അവന് വേണ്ടതെല്ലാം ചെയ്തു. അവനെ സുഖപ്പെടുത്തുവാൻ വേണ്ടത് അവൻ ചെയ്യുമ്പോൾ അവൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന വലിയൊരു നന്മയുണ്ട്. അത് കാരുണ്യത്തിൻ്റെ മനസ്സാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് അവരിന് ശുശ്രൂഷ ചെയ്യുവാൻ, നന്മ ചെയ്യുവാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കുക തന്നെ വേണം. ഓർക്കുക, ഈ ഭൂമിയിൽ മാത്രമേ നമുക്കിങ്ങനെ മനുഷ്യർക്ക്, പ്രകൃതിക്ക്, സഹജീവികൾക്ക് നന്മ ചെയ്യാനാകൂ. ചെയ്യാൻ കഴിയുന്ന നന്മ ചെയ്യാതെ പോയിട്ട് പിന്നെ സങ്കടപ്പെടുന്നതിൽ അർത്ഥമില്ലല്ലോ. കുറച്ചുകൂടി ശ്രദ്ധയോടെ നന്മ ചെയ്ത് കടന്നു പോകുവാൻ നമുക്ക് സാധ്യമാകണം. ആരാണ് അയൽക്കാരൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ക്രിസ്തു നൽകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ അയൽക്കാരൻ ക്രിസ്തുവാണ്. അവൻ എപ്പോഴും കൂടെയുണ്ട്. നാം ചെയ്യേണ്ടത് എന്തെന്നോ, നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും ക്രിസ്തുവിൻ്റെ സ്നേഹവും അവൻ്റെ കാരുണ്യവും പകരാൻ കഴിയുക എന്നത് തന്നെ. നാം മറ്റുള്ളവർക്ക് നല്ല അയൽക്കാരാകുമ്പോൾ മാത്രമാണ് നിത്യപിതാവിൻ്റെ സന്നിധിയിൽ നമുക്കിടമുണ്ടാവുക. ദുഃഖിക്കുകയും ഈ ഭൂമിയിൽ വേദനയും സങ്കടവും അനുഭവിക്കുന്നവരെയും മുറിവേറ്റവരെയും ക്രിസ്തുവിൻ്റെ മുഖം കാണാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതവും കാരുണ്യത്തിൻ്റെ ജീവിതമാവുക. നമുക്ക് അവരോട് അനുകമ്പ ഉണ്ടാവുക. ക്രിസ്തുവിനെ എല്ലാവരിലും ദർശിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം.